നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ സ്ഥലം വേറെയാണ്. ഞാനും അത്ര വലിയ ഭക്തനൊന്നുമല്ല. പക്ഷേ എനിക്കും ദേവിയുടെ നടയിൽ പോയി വണങ്ങാനുള്ള ഉൾവിളി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോയിട്ടുമുണ്ട്. ദേവിയുടെ ശക്തിയും ചൈതന്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അത് മറന്നുകൊണ്ട് ഒരാൾക്ക് ഈ സ്ഥലത്ത് ഒന്നും ചെയ്യാനാവില്ല. എത്ര വലിയ അവിശ്വാസിയാണെങ്കിലും നീ ഇത് അംഗീകരിച്ചേ പറ്റൂ. അതിനെ അംഗീകരിച്ചുകൊണ്ട് ദേവിയുടെ ശക്തിയെ മറികടന്നുകൊണ്ട് നമ്മുടെ കാര്യം എങ്ങനെ നടത്താമെന്നാണ് നീ ആലോചിക്കുന്നത്. ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോ അണ്ണം പറഞ്ഞതാ ശരി. ഏതോ ദിവ്യശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോ എനിക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതിന്റെയൊക്കെ പ്രതിബന്ധങ്ങൾ മറികടന്ന് എന്റെ കാര്യം നടത്താൻ എന്തു വഴിയുണ്ടെന്ന് അണ്ണം തന്നെ പറ. ദേവിയെ തോൽപ്പിച്ചോ, ദേവിയോട് മത്സരിച്ചോ നിങ്ങൾക്കിവിടെ ജയിക്കാൻ പറ്റില്ല. അത് തർക്കമില്ലാത്ത സത്യമാ. പിന്നെ ദേവിയുടെ സാന്നിധ്യത്തിൽ നിന്നും ദേവിയുടെ ശക്തിമണ്ഡലത്തിൽ നിന്നും മാറി മറ്റൊരു ഭാഗത്ത് വെച്ച് എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ വിജയിച്ചേക്കും. ആദ്യം അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതിനുശേഷമേ ഇനി എന്തെങ്കിലും പദ്ധതികൾക്ക് ശ്രമിക്കാവൂ. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ അണ്ണൻ തന്നെ ഞങ്ങളെ സഹായിക്കണം. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനുള്ള അറിവുമില്ല. പക്ഷേ പറ്റിയ ഒരാളുണ്ട്, ഘോര. അയാളൊരു ദുർമന്ത്രവാദിയും കൂടോത്രക്കാരനൊക്കെയാ. ദേവിയുടെ മുന്നിൽ നിന്ന് ഒളിച്ചു നിൽക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ അയാൾക്കറിയാം. വിക്രമൻ പോയി കാണും. അയാൾ എങ്ങനെയെങ്കിലും സഹായിക്കും. എന്താ അയാളുടെ പേര്? ഘോര. ദേവുട്ടി, അമ്മ അമ്പലത്തിനകത്തുണ്ട്. ആ, ഒറ്റയ്ക്കാ. ഞാൻ അടുത്തില്ലെങ്കിലും അമ്മ ഇപ്പൊ ഓക്കെയാ. ആ, നമസ്കാരം. ഞാൻ ഗോപു. ഞാനും അമ്മയും ഇവിടെ ഭജന ഇരിക്കാൻ വേണ്ടി വന്നതാ. അമ്പലത്തിൽ വെച്ചാ ദേവൂട്ടിയെ പരിചയം. ദേവൂട്ടി ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോ കാല് നിലത്തൂത്തി നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു അമ്മ. ഇപ്പോ നല്ല മാറ്റമായി. അമ്മ അത്യാവശ്യം നടക്കുന്നുണ്ട്. അതാ ഇവിടുത്തെ ഒരു വിശേഷം. മനസ്സറിഞ്ഞു വിളിച്ച അമ്മ കേൾക്കും. ന്യായമായ കാര്യങ്ങളാണെങ്കിൽ അമ്മ സാധിപ്പിക്കുകയും ചെയ്യും. അതിപ്പോ എന്റെ അനുഭവ. ഇനി എഴുന്നേറ്റ് നടക്കില്ലെന്ന് എല്ലാരും വിധി എഴുതിയതാ. ഇപ്പോ അമ്മ അത്യാവശ്യം നടക്കും. ആ, എനിക്ക് കുറച്ച് പൂവ് വേണം. അമ്മയ്ക്ക് നടക്കാറായ സ്ഥിതിക്ക് ദേവിയുടെ മുമ്പില് അമ്മയെ കൊണ്ട് ചെന്ന് തൊഴാന്ന് വിചാരിച്ചു. ബാലൻസ് എടുക്കാൻ വരട്ടെ. ദേവൂട്ടിയുടെ അക്ഷരഹാരത്തെക്കുറിച്ച് വന്ന ദിവസം മുതൽ അവിടെ ഓരോരുത്തരും പറയുന്നുണ്ട്. അത് കേട്ടപ്പോ ഒരക്ഷരഹാരം കൂടി സമർപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. അക്ഷരഹാരത്തിന്റെ കാശുകൂടി എടുത്തോളൂ. അക്ഷരഹാരം ഉടനെ കിട്ടില്ല. അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണം. ചെയ്തു വെച്ചാ മതി. പിന്നീട് എപ്പോഴെങ്കിലും വന്ന് ഞാൻ വാങ്ങിച്ചോളാം. മാലയിൽ കോർക്കേണ്ട അക്ഷരങ്ങൾ ഏതാ? മനസ്സിലായില്ല. അക്ഷരഹാരത്തിന് ബുക്ക് ചെയ്യുന്നവർ പറയുന്ന വാക്കാണ് ഞങ്ങൾ ഹാരത്തിൽ ചേർക്കുന്നത്. ഏത് വാക്കാണ് വേണ്ടതെന്ന് സാറ് പറഞ്ഞാൽ അത് ചെയ്യാം. അമ്മയുടെ കാലിന്റെ പ്രശ്നമായിട്ടാ ഞങ്ങൾ വന്നത്. ഓ, ഒരു കാര്യം ചെയ്തോളൂ. ദേവിക്ക് പാദ നമസ്കാരം എന്ന് ചേർത്തോളൂ. ശരി സാർ, ചെയ്തു വെക്കാം. ആ, റെഡിയാവുമ്പോ മോള് കൊണ്ടുതരും. ആയിക്കോട്ടെ, എന്നാ പോയിട്ട് വരാം.
ഘോരസ്വാമി, അനുഗ്രഹിക്കണം. ഘോരസ്വരൂപ സഹസ്രദണ്ഡ ചൈതന്യ സത്വാനന്ദ ഘോര, പറയൂ, നിങ്ങൾ ആരാണ്? അനുഗ്രഹവും ഉപദേശവും വാങ്ങാൻ വന്നതാണ്. എന്താ നിങ്ങളുടെ പ്രശ്നം? ഘോരസ്വാമി, സത്യസന്ധമായിട്ട് പറയാം. വലിയ വലിയ ബിസിനസ്സുകാരിൽ നിന്ന് ചെറിയ ചെറിയ കൊട്ടേഷൻ എടുത്തിട്ട് കാല് വെട്ടുക, കൈവെട്ടുക, നെഞ്ചിന്മേൽ കത്തി താഴ്ത്തുക, ഇതൊക്കെ ചെയ്ത് നിത്യവൃത്തി കഴിച്ചു പോരുന്ന ഒരാളാണ്. ഒരു കൊട്ടേഷൻ വന്നു. ഞങ്ങളത് ഏറെക്കുറെ ഫിനിഷ് ചെയ്തതാണ്. ആദ്യം ആ ഡെഡ് ബോഡി കാണാതായി. പിന്നെ കേൾക്കുന്നു അയാൾ ജീവനോടെ നാട്ടിലെത്തിയെന്ന്. ഞങ്ങൾക്ക് ആ കൊട്ടേഷൻ നടപ്പാക്കിയേ പറ്റൂ. ആ പയ്യന്റെ ജീവൻ എടുത്താലേ ഞങ്ങൾക്കിനി സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റൂ. ഘോരസ്വാമി അതിനൊരു വഴി കാണിച്ചു തരണം. ഈ ജോലി എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആ ശ്രമത്തിൽ പരാജയപ്പെട്ടതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അവിടം വലിയ ദേവീ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇതുവരെ നിങ്ങൾ പ്രവർത്തിച്ച എല്ലാ സ്ഥലവും ദേവിയുടെ വിളയാട്ട ഭൂമിയാണ്. ആ പ്രദേശത്ത് എന്ത് നടന്നാലും ദേവിയുടെ ശ്രദ്ധ പതിയും. അതൊരു ദേവീഭക്തന്റെ നേർക്കുള്ള കടന്നുകയറ്റമാണെങ്കിൽ തീർച്ചയായും ദേവിയുടെ ഇടപെടൽ ഉണ്ടാകും. ഇവിടെയും അതാണുണ്ടായത്. ഈ ജോലി എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് തീർക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല സ്വാമി. അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. ഞാൻ പറഞ്ഞല്ലോ, അത് ദേവിയുടെ വിഹാരഭൂമി. അവിടെ ദേവിയുടേതായ ഒരു മായാ വലയമുണ്ട്. അത് ഭേദിക്കാൻ നിങ്ങൾക്കോ എനിക്കോ സാധ്യമല്ല. അല്ല, പിന്നെ എന്താ ഒരു വഴി? ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവനെ ദേവിയുടെ ആ മായാ വലയത്തിൽ നിന്ന് പുറത്തെത്തിക്കണം. അങ്ങനെ എത്തിക്കാൻ സാധിച്ചാൽ അവിടെ വച്ച് നിങ്ങൾക്കവനെ വധിക്കാൻ സാധിക്കും. അതിന് ശ്രമിക്കാൻ സ്വാമി. വാമോളെ. ഇന്ദു, അഖിലേ, ആഹാ, ഇതെന്താ പുതിയ ബാഗൊക്കെ? എന്താ ഇതില്? എന്താ ഇത്? അതൊക്കെ ഉണ്ട്. ദാമോളെ, ലാപ്ടോപ്പോ? അയ്യോ ലാപ്ടോപ്പ്. താങ്ക് യു അച്ഛാ.